ടെക്നിക്കൽ പിന്നെ ക്വാളിറ്റീസ് ഉള്ള ഒരു മൂവിയാണ് അത്. ഇവിടെ സിനിമ തിയേറ്ററിൽ പോയി കണ്ടവർക്ക് മനസ്സിലാവും, കാണാത്തവര് പ്ലീസ് ഗോ വാച്ച് ഇറ്റ് ഇൻ ദ തിയേറ്റേഴ്സ്. കാരണം ഞങ്ങളിപ്പോ ഈ അടുത്തൊരു പോസ്റ്റ് ഇപ്പൊ ഞങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങൾ കണ്ടേ ഉള്ളൂ, അതിൽ ഒരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു, ആളും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമ തിയേറ്ററിൽ കണ്ട ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റില്ല. സോ ഈ സിനിമ ഇനി OTT-യിൽ വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ട അയ്യോ ഇത് ഞങ്ങൾ തിയേറ്ററിൽ കണ്ടില്ലല്ലോ ഒരു മിസ്സിങ് വരാതെ ഇരിക്കട്ടെ. ബിക്കോസ് ഇത് 100% തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു മൂവിയാണ്. കാരണം അങ്ങനത്തെ ഒരു വിഷ്വൽ പിന്നെ ഒരു മാജിക് ഇതിലുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാൽ തന്നെ അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ ഇതിന്റെ ഈ പടത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിന്റെ ഇത് വെച്ചത്. എനിക്ക് ഡെഫിനറ്റ്ലി നല്ല അനുഭവമായിരുന്നു. ഈ ക്യാരക്ടറും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ കഥയും അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്തൊരു പ്രോജക്റ്റ് തന്നെയാണ്. അതിൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു റെസ്പോൺസിൽ നമ്മൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊരു കുറച്ച് എന്താ പറയാ എപ്പോഴും വരുന്ന ഒരു സിനിമയല്ല ഇത് ഇടയ്ക്ക് സംഭവിക്കുന്ന ഒരു സിനിമയാണ്. ഇത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ നിന്ന് അയ്യോ അതുപോലെ ആയില്ല ഇതുപോലെ ആയില്ല അങ്ങനെയുള്ളൊരു മൂവിയേ അല്ല. ഇത് തീർച്ചയായിട്ടും ആൾക്കാരെ സർപ്രൈസ് ചെയ്യുന്ന, ഇതുവരെ മലയാളത്തിൽ നമ്മൾ ട്രൈ ചെയ്യാത്ത എലമെന്റ്സ് ഉള്ള സിനിമയാണ്. നമ്മൾ തന്നെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ചളിപ്പാണ്. പക്ഷെ വരുന്ന പോസ്റ്റുകളിൽ നിന്ന് കമന്റുകളിൽ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും സെയിം സംഭവം തന്നെയാണ് ആൾക്കാരും പറയുന്നത്. അത് ഓഡിയൻസിന് കണക്ട് ആയി എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ്. സോ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കാണുക. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഫോർ ഷുവർ. അതൊന്നും